നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാനിന്നിവിടെ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് പാൻകേക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ മോളാണ്. ഞാൻ ഇത് വോയിസ് കൊടുക്കുകയും ക്യാമറ മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അതിനു വേണ്ടി ആദ്യം എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അത് ചെയ്തതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നന്നായി മെൽറ്റ് ചെയ്തിട്ടാണ് ബട്ടർ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് അതിലും കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫോർക്ക് കൊണ്ട് തന്നെയാണ് അത് മിക്സ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്തു. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് പാല്, അത് ചൂടാക്കിയിട്ടില്ല, അധികം ചൂടുള്ളതല്ല, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ള പാലുമല്ല, എന്നാലും ഒരു ചെറിയ ചൂടുള്ള പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പോളം ചേർത്ത് ഇതുമായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മൈദൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത്, ബാറ്റർ ഉണ്ടാക്കുന്നത് പാലൊഴിച്ചിട്ടാണ്, വെള്ളം തീരെ ചേർക്കുന്നില്ല. അപ്പോൾ പാലൊഴിച്ച് ഈ മുട്ടയും ബട്ടറും എല്ലാം കൂടെയുള്ള ഇതിൽ പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2 തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ആ മുട്ടയുടെ ടേസ്റ്റും മണമൊന്നും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഓരോ സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് തന്നെ ചെയ്യായിരിക്കും നന്നാവുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൽ കുറേ കട്ടകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോയിട്ട് ഉടച്ചുടച്ച് തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് ഇപ്പം എല്ലാ പൊടിയും അതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെള്ളം കുറവാണ്, കുറച്ചുകൂടെ ലൂസ് വേണം ബാറ്റർ. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നമ്മൾ പാൽ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു ഏകദേശം ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. അധികം ടൈറ്റും ആയി പോകരുത്, അധികം ലൂസും ആയി പോകരുത്. എന്നിട്ടൊരു പാൻ ചൂടാക്കിയതിന് ശേഷം 1 തവി മാവ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ ദോശ പരത്തുന്ന പോലെ പരത്തൊന്നും ചെയ്യേണ്ട, അത് തന്നെ അങ്ങ് പരന്ന് വന്നോളും. അതിൽ ഇതേപോലെ നല്ല ബബിൾസൊക്കെ വരും. ആ ഓട്ടോട്ടൊക്കെ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മുടെ സ്റ്റൗവിൻ്റെ തീ കുറച്ച് വെച്ചിരിക്കണം. ഒരു മീഡിയം അല്ലെങ്കിൽ ലോ, ആ ഒരു ഫ്ലെയിമിൽ, ഒരു ലോ ഫ്ലെയിം തന്നെയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ആ ഒരു ഫ്ലെയിമിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അതിൻ്റെ മുകളിലേക്ക് മോളൊരു ടോപ്പിങ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആപ്പിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് 1 കഷ്ണം ആപ്പിൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 കഷ്ണം ആപ്പിൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അത് നല്ല ചെറിയ പൊടി കഷ്ണങ്ങളാക്കിയാലും നന്ന്. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് വഴറ്റിയെടുക്കുക. ബട്ടറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും സിനമൺ പൗഡറും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. അതിൽ കുറച്ച് ഹണിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ പാൻ കേക്ക് എല്ലാം എടുത്ത് വെച്ച് അതിൽ കുറച്ച് മുകളിൽ കുറച്ച് ഹണിയും ഒഴിച്ച് ഈ ടോപ്പിങ്സും വെച്ച് കഴിഞ്ഞ് കഴിക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല റെസിപ്പിയാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊന്ന് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഏതായാലും ഈ സിമ്പിൾ പാൻകേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന
ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്